യോഗ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അത് പ്രാർത്ഥനയിൽ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നതും ആണ്. It's like it all flows one after the other, flows together. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നതാണ്. It's like similar, when we are eating and all, we don't say now I'm eating, now I'm chewing, now I'm just, it's just flows together. That how അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയാറില്ല ഞാനിപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കടിച്ചെടുക്കാൻ പോവുകയാണ്, പിന്നെ ഞാനത് ചവച്ചരക്കുകയാണ്, പിന്നെ ദഹിപ്പിക്കുകയാണ്, അങ്ങനെ പറയാറില്ല. ഇതെല്ലാം ഒന്നിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. And along with this meditation, it's very good if you get into the habit of journaling. ഈ ധ്യാനത്തോട് അനുബന്ധിച്ച് നമുക്ക് ഈ ഒരു ശീലം കൂടെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ധ്യാനിക്കുന്ന ആ ഭാഗം അനുദിന ധ്യാന ചിന്തകൾ എഴുതി വെക്കുകയും ചെയ്യുന്നത്. Some Bibles are there where you have one half empty or one page empty, like journaling Bibles, where you can write this thing in that. ചില വേദപുസ്തകങ്ങൾക്ക് അതിന്റെ ഒരു പേജിന്റെ പകുതിയോ അല്ലെ ഒരു പേജ് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗങ്ങൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. What you can do is get now diaries are very easily available, and you can use that diary every year, every day to journal what God is speaking to you. അല്ലെങ്കിൽ നമുക്ക് ഡയറികൾ വാങ്ങിയിട്ട് അത് ഓരോ ദിവസവും അതിൽ രേഖപ്പെടുത്തുന്നു. ആ ഓരോ ദിവസവും നമ്മളുടെ ധ്യാന ചിന്തകള് അതിൽ രേഖപ്പെടുത്തുവാൻ കഴിയും. So if you're journaling, it goes very well with your meditation, what you're doing that day. നമ്മള് ഈ ധ്യാന ചിന്തകള് രേഖപ്പെടുത്തുകയാണ്, ഓരോ ദിവസവും നടത്തുന്ന ആ ധ്യാനങ്ങള് നന്നായിട്ട് പോകും. So why that's useful is later, in life, when you go through your diary, you will say, oh God, on this day, he had spoken this to me on this day. And it's very blessed when you go back and see, oh, at this time I was going through this, and this is the word God spoke. ഈ ധ്യാന ചിന്തകള് രേഖപ്പെടുത്തുന്നത് എപ്രകാരമാണ് നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്നതെന്ന് ചോദിച്ചാല്, പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയുമോ, ആ ദിവസത്തിൽ അന്ന് ദൈവം എന്നോട് ഇന്ന കാര്യം സംസാരിച്ചു, അല്ലെ ഞാൻ ഈ വിഷയത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത് ഈ കാര്യമാണ് എന്ന് നമുക്ക് പറയുവാനും അത് നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. Others, we have a very short memory. When we go into the next problem, we all just forget what God did in the past, and we just don't remember how faithful He has been. അല്ലാത്ത പക്ഷം നമുക്ക് വളരെ ചുരുങ്ങിയ ആ ഓർമ്മശക്തിയെ ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രശ്നത്തിൽ നിന്നല്ല അടുത്ത ആ സംഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മുൻകാലത്തിൽ കഴിഞ്ഞ കാലത്തിൽ ദൈവം എങ്ങനെ നമ്മളെ നടത്തി, നമ്മളോട് എങ്ങനെ ഇടപെട്ടു സംസാരിച്ചു എന്ന കാര്യം നമ്മൾ മറന്നു പോകും. Okay, so we'll go into the steps. So it is called by SOAP, right? SOAP. So ഈ 4 പടികളിലൂടെ നമ്മൾ കടന്നു പോകണം. അത് സോപ്പ് SOP എന്ന ആ 4 വാക്കുകളിലൂടെ ഇവിടെ പറഞ്ഞത്. So the first S stands for, ഒന്നാമത്തെ എസ് അല്ലെങ്കിൽ മലയാളത്തിലെ സ അത് സൂചിപ്പിക്കുന്നത്, so that is scripture reading. അത് തിരുവെഴുത്ത് വായനയാണ്. So by the time you have reached this stage, you have prepared yourself, you have removed distraction, you're in your place, in your time with God, and you're silenced in yourself, and now you're sitting to read the scripture. ഈ ഒരു സമയത്തേക്ക് ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളുടെ ഒരുക്കങ്ങളെല്ലാം നമ്മൾ നടത്തിയിരിക്കും. നമ്മൾ അതിനായിട്ടൊരു സ്ഥലം വേർതിരിച്ച്, സമയം വേർതിരിച്ച്, നമ്മളെ അലോസരപ്പെടുത്തുന്ന ആ ചിന്തകളും ശല്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചേരും. So what portion do we take for our meditation? ഏത് വേദഭാഗം നമ്മൾ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുക്കും? You can use, if you are following systematically some reading plan or something, you can use that scripture for meditation. നമ്മൾ സ്ഥിരമായിട്ട് ക്രമമായിട്ടും വേദപുസ്തക വായനയില് പഠനത്തില് ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് ആ വേദഭാഗം നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കാം.
Or you can use one part for meditation and you can use another part for study. അത് അല്ലെങ്കിൽ ഒരു ഭാഗം ധ്യാനത്തിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം, മറ്റേ ഭാഗം നമ്മളുടെ വേദ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കാം. Use familiar portions as opposed to difficult passages. ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗങ്ങൾ സുപരിചിതമായിട്ടുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക, പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളല്ല. Like, don't go to Revelation and use the 7 bowls of God's wrath and try to do meditation on that, or Daniel's 40 weeks. Those might not be suitable for meditation. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയിട്ട് ദൈവ ക്രോധത്തിന്റെ 7 കലശങ്ങളോ അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോയിട്ട് അവിടുത്തെ 40 ആഴ്ചകൾ, അതൊക്കെ പ്രയാസകരമായ കാര്യങ്ങളായിരിക്കും ധ്യാനത്തിന്. So choose portions that you are familiar with when you want to meditate on it. നിങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സുപരിചിതമായിട്ടുള്ള വേദഭാഗങ്ങൾ, നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള വേദഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക. Once you have studied difficult passages and then you're familiar with it, then you can use it for meditation. നിങ്ങൾ പ്രയാസകരമായിട്ടുള്ള വേദഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അതുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം. Then when you're sitting for meditation, don't choose a big passage. ധ്യാനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ വലിയ വേദഭാഗങ്ങൾ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കരുത്. Like you can't say today I'm going to meditate on Psalms 119. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ന് ഞാൻ 119-ാമത്തെ സങ്കീർത്തനം മുഴുവൻ ധ്യാനിക്കാൻ പോവുകയാണ്. Choose a small portion. വളരെ ചെറിയ ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. Or maybe you can just choose one event, not the whole chapter, maybe one event, one parable, one small section. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ ഉപമ, ചെറിയൊരു സംഭവം, ഒരു ചെറിയ ഭാഗം തിരഞ്ഞെടുക്കാം. And so if it's a small section, maybe you can just write down the whole section also. ചെറിയൊരു വേദഭാഗമാണെങ്കിൽ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതുവാനും കഴിയും. And so then you start reading that passage. അതിനുശേഷം ആ വേദഭാഗം നിങ്ങൾ വായിക്കുവാൻ തുടങ്ങുന്നു. So what you can what you do is, first you can read that passage normally. നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേദഭാഗം ആദ്യമേ സാധാരണ വായിക്കുന്നത് പോലെ വായിക്കാം. Some of us are auditory learners. Some of us like to hear and learn. So if you're an auditory learner, then you can read it loudly, that passage loudly also. നിങ്ങൾ കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഈ വേദഭാഗം ഉറക്കെ വായിക്കാം, നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ആ ശബ്ദത്തിൽ. But if your partner is also having quiet time and don't shout and disturb that person's. നിങ്ങളുടെ പങ്കാളിയും ആ സമയത്ത് ധ്യാനത്തിലാണെങ്കിൽ ആ സമയം നിങ്ങൾ വലിയ ഒച്ചയിൽ വായിച്ച് ആ വ്യക്തിയുടെ പങ്കാളിയുടെ ധ്യാനത്തെ മുടക്കരുത്. So then once you read it, you can read it again, you can read it slowly. ഒരു പ്രാവശ്യം നിങ്ങൾ അങ്ങനെ വായിച്ചിട്ട് പിന്നെ വീണ്ടും സാവധാനം നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയും. You can use a different translation, or if you have a different language also, you can read it. If you're familiar with 2 languages, you can read it in a different language also. നിങ്ങൾക്ക് ഒരു പരിഭാഷ മാത്രമല്ല, 2 പരിഭാഷ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഒരു ഭാഷയിലല്ല, ഒരു ഭാഷയും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വായിക്കാൻ പറ്റും. And then as you're reading, you pay attention to any phrase or any verse that is grabbing your attention. അങ്ങനെ നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും പദസമുച്ചയമോ അല്ല വാക്കുകളോ ഒക്കെ നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ അതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. It might be a familiar passage you're reading with, but then when you're going through a specific experience or time, that passage will speak that way at that time for that moment. നിങ്ങൾക്ക് ഈ വേദഭാഗം വളരെ സുപരിചിതമായിരിക്കും, പക്ഷേ അത് വായിക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സുപരിചിതമായ വേദഭാഗത്തിൽ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിനനുസൃതമായിട്ട് നിങ്ങളോട് ഈ വേദഭാഗം സംസാരിക്കും. So another thing is, as you're reading, again, as you're saying,
you removed all the distractions. But the thing is, as you're reading this passage again, sometimes distractions might come in. അടുത്തതായിട്ടൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ധ്യാനത്തിന് ഇരുന്നപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിയെങ്കിലും ഈ വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ കടന്നു വരാം. So if it's something, which is on your mind, which is, bothering you, you write it down, pray about it. If it's something you have to do urgently, you write it, note it, and, leave it so that later you'll do it. അത് ചിലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക, പിന്നീട് അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. Like suddenly you're reading Jesus, feeding 5,000. And then suddenly you remember, oh, I have to buy fish for today. നിങ്ങൾ പെട്ടെന്ന് യേശു 5000 പേരെ പോഷിപ്പിക്കുന്ന വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് വീട്ടിൽ മീൻ മേടിക്കണമെന്നുള്ള കാര്യം ഓർമ്മയിലേക്ക് വരുന്നു. So you note it down and then you say, okay, I'll do this later. Get it out of your mind. ആ സമയത്ത് തന്നെ അത് എഴുതി വെച്ചിട്ട് ഞാൻ പിന്നീട് ചെയ്യും എന്ന് പറഞ്ഞ് അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. So at that time you assess yourself, did I read this passage properly or was I distracted in reading? If so, then you read that passage again. ആ സമയത്ത് നമ്മൾ ആ വായന ഒന്ന് വിലയിരുത്തുക. ഞാനിത് ശരിയായ രീതിയിൽ ശ്രദ്ധയോടുകൂടി വായിച്ചോ അതോ അലസമായിട്ടാണോ വായിച്ചത്? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി അത് വായിക്കുക. And eventually what you're going to do is, from this you will choose one sentence or one phrase which you're going to focus in or go in deeper. ക്രമേണ അതിൽ നിന്ന് ഉരുത്തിരിയുന്നത് നിങ്ങൾ ഒരു വാക്യത്തിലോ അല്ലെങ്കിൽ ഒരു വാക്കിലോ ഈ വേദഭാഗത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. So after scripture reading, the next one is that is observation. തിരുവെഴുത്ത് വായന കഴിഞ്ഞത് അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേദഭാഗത്തെ അത് വീക്ഷിക്കുക എന്നുള്ളതാണ്. So here it's like, here is meditation. Here is like, what is God trying to tell me from this passage? ഈ ധ്യാനത്തിൽ ഈ വേദഭാഗത്തിൽ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുവാൻ എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? So when we go through this passage, we can ask certain questions. ഈ വേദഭാഗത്തിലൂടെ ഇങ്ങനെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയും. It is like, what do you see in this passage? What do you happening in this passage? ഈ വേദഭാഗത്ത് എന്താണ് നിങ്ങൾ കാണുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? Who are the people involved? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? What are the key words or ideas? ഏതൊക്കെയാണ് താക്കോൽ വചനങ്ങള്? ഏതൊക്കെയാണ് അതിന്റെ പ്രധാന ആശയങ്ങള്? Is there any commands that need to be obeyed? ഇതിനകത്ത് ഏതെങ്കിലും അനുസരിക്കേണ്ടതായിട്ടുള്ള കൽപ്പനകളുണ്ടോ? And what is the message or lesson of this passage? ഇതിൽ ഈ വേദഭാഗത്തു നിന്നുള്ള സന്ദേശം, അതിനുള്ള എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനുള്ള പാഠം? But resist the urge of going into a deep study of doing full cross referencing and doing all these things. I say that, oh, what is this? Now let me cross reference this, and then you start going from here to there to different parts. ആഴത്തിലുള്ള ഒരു പഠനത്തിലേക്ക് മറ്റു വേദഭാഗങ്ങള് താരതമ്യം ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു പ്രേരണയെ എതിർത്ത് നിൽക്കുക. Doing a study, we're studying the word, we're dissecting the word, we are understanding, okay, this is what it is. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പഠനത്തിലാണ്, വിപുലമായിട്ടുള്ള ഒരു പഠന പ്രക്രിയയിലാണ്. It's okay. It's unwritten here. Can you connect that please? Okay. It's TMI. So, yeah, it is connected. No, it is not connected. It's not connected. No, this one is connected here. Yeah, actually, sir. I want to connect. Show your. So I unmuted from here. Okay.
Yeah, so resist the urge to, when you're going to deep study, then what you'll open all the commentaries, go into your phone. What does this person have to say? What does that person have to say? That is a sort of study, but that is not your intention in your time of meditation. വിപുലമായിട്ടുള്ള ഒരു പഠനത്തിലാണ് നമ്മൾ പല പുസ്തകങ്ങളും പല വിവരണങ്ങളും താരതമ്യ പഠനത്തിലേക്കൊക്കെ പോകുന്നത്. അതല്ല ഇവിടുത്തെ ഉദ്ദേശം. One practice what we can do when we go through this time of meditation is to picturize yourself in that scene. ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ധ്യാനത്തില് നമ്മളെ തന്നെ ആ ഒരു സംഭവത്തിൽ, ആ ഒരു സ്ഥലത്ത് നമ്മെ തന്നെ ഒന്ന് അവിടെ സാന്നിധ്യം, നമ്മുടെ ആ സാന്നിധ്യം ഒന്ന് ഭാവനയിൽ ചിത്രീകരിക്കുക. The disciples are on the boat with Jesus when the storm is there. You picturize yourself, you're in that boat when the storm is there. ശിഷ്യന്മാർ യേശുവുമൊത്ത് കടലിലെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടപ്പോൾ നമ്മളെ ഒന്ന് ഭാവനയിൽ കാണുക, ഞാനും ആ ബോട്ടില്, ആ വള്ളത്തില്, ആ പടകില് ഉണ്ടായിരുന്നു എന്ന്. So, when we picturize, it's like we're making that scene, come alive. നമ്മള് അതിനെ ഭാവനയില് ചിത്രീകരിക്കുമ്പോൾ അത് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജീവനുള്ള ഒരു ചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ വരും. So then as we do that, as the whole passage, we've got the understanding of the passage, what is going on, then, some phrase will suddenly, come up to you through your experience, through the Spirit might take you to this one phrase, one sentence, one command or something, which is really popping out to you. ഇങ്ങനെ ഈ വേദഭാഗത്തെ നാം ചിത്രീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ വേദഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചില പദസമുച്ചയങ്ങൾ അല്ലെങ്കിൽ ഒരു കൽപ്പന, ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് അതിൽ നിന്ന് പൊങ്ങി വരും നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ട്. So now this is going to be the sentence or phrase that you are going to, just meditate on and ponder on. ഈ ഒരു വാക്യമോ അല്ലെങ്കിൽ പദസമുച്ചയങ്ങളോ ആയിരിക്കും നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. And what you can do is say it as a verse. You can summarize that in your own, paraphrase it, make it in your own language, maybe enlarge the meaning of that. ആ ഒരു വാക്യം നമ്മളുടേതായിട്ടുള്ള വാക്കുകളിൽ അല്ലെ ഭാഷയിൽ അതിനെ നമുക്ക് വിവരിച്ച് വിപുലമാക്കാൻ കഴിയും. And then another thing which you can do, if you like drawing, if you're very creative, you can draw out that scene also. നമുക്ക് വളരെ കഴിവുകൾ വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ നമുക്ക് വരച്ച് എടുക്കാൻ പറ്റും. So it's a very individualized thing. Like now if you say, oh, I don't like drawing, I have to draw. Thomas brother told I have to draw now. And it's not like that. It's like what we like, we are using our mind, our faculties which God has given us, and we are like using that to, loving God with all our mind, with all our heart. That's what we're doing. ഇത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടത്തെ ആശ്രയിച്ചു കൂടിയാണ്. തോമസ് ബ്രദർ പറഞ്ഞു അത് വരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ധ്യാനം എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അങ്ങനെയല്ല, ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടം, നമ്മളിലൊക്കെ ഏതാണോ നമ്മളുടെ ഏറ്റവും കൂടുതൽ താല്പര്യം ഉളവാക്കുന്നത് നമ്മളില്, അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. Then you can take the verse, you can, that phrase, you can sing that phrase. അതിനുശേഷം ആ വാക്യമോ അല്ലെങ്കിൽ പദസമുച്ചയമോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ആലപിക്കാം. So, it's not that you're trying to make some award-winning song or something. You're just using some tune which is coming and you're singing. Maybe your voice might not be, but you're singing that verse. അത് നമ്മൾ വലിയൊരു ഗാനമാക്കി മാറ്റിയിട്ട് അവാർഡൊന്നും മേടിക്കാൻ വേണ്ടിയല്ല, അത് മറിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു സ്വരം അതിന് കൊടുത്ത് നമുക്ക് പാടാൻ കഴിയുന്ന രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. We have a believer doctor whom we know. She's an Australian now. She like she'll take verses and she'll start singing and she'll send the video also. Very simple, this thing, but she's very happy that she's able to meditate and sing on that. Maybe one verse she'll just make her. ഓസ്ട്രേലിയയിലുള്ള ഒരു വിശ്വാസിയായ ഡോക്ടർ
ഇങ്ങനെ വാക്യങ്ങൾ എടുത്ത് അത് പാട്ടായിട്ട് പാടിയിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അയക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. And then she has 4 children also, small children. They'll also sing that verse. അവർക്ക് 4 മക്കളുണ്ട്, 4 കുഞ്ഞുങ്ങൾ. ആ 4 കുഞ്ഞുങ്ങളും ചേർന്ന് നിന്നിട്ട് അവരത് പാടും. So, they're pondering over that, the children also, then they're singing. So that is, being registered and becoming a part of. അവര് അങ്ങനെ പാടുമ്പോൾ അതേക്കുറിച്ച് അവര് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ അത് ധ്യാനചിന്തകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കുഞ്ഞുങ്ങളും അത് പാടുന്നുണ്ട്. അത് അവരുടെ മനസ്സിൽ രേഖപ്പെടുത്തുവാൻ ഇടയാകും. And so as we are dwelling on that small phrase, that portion, the Spirit will convict us. The Spirit will bring to light, that verse will really come alive to us. നമ്മള് ഈ ചെറിയ ഒരു വേദഭാഗം അല്ലെ ഒരു വാക്യം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അത് നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. And the thing is, through the day also you can keep, it's a small passage, you can keep thinking over that. അത് മാത്രമല്ല ദിവസം മുഴുവൻ ചെറിയൊരു വേദഭാഗമായതുകൊണ്ട് അതേക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ധ്യാനിക്കുവാനും സാധിക്കും. And then we come to application. മൂന്നാമതായിട്ട് നമ്മൾ ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗത്തിലേക്ക് വരുന്നു. So this is where we ask, how is this truth, how is this applying to my life? ഇവിടെ നാം ചോദിക്കുന്നത് ഈ സത്യം, ഈ ഒരു സത്യം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടപ്പാക്കാൻ കഴിയും? This is where you're asking, how does this verse impact my life? How does God want me to respond to this verse? ഇവിടെ നാം ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു വാക്യം എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, ബാധിക്കുന്നത്, എങ്ങനെയാണത് നടപ്പാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? How will my life look differently if I am applying this in my life? ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാനത് നടപ്പാക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും കാണപ്പെടാൻ പോകുന്നത്? What might God be bringing to your attention through this? ഇതിലൂടെ ദൈവം എന്തായിരിക്കും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്? Like for example, if you're reading Ephesians and it says, let no unwholesome talk come from your mouth, and then you remember, God might you bring to your attention, yesterday I was like involved in talking a lot of unwanted things with people. എഫെസ്യ ലേഖനം നാം വായിക്കുമ്പോൾ ദൈവികമല്ലാത്ത സംസാരം നമ്മളുടെ വായിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും, ഇന്നലെ ഞാൻ ദൈവികമല്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ചു എന്ന ആ കാര്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാനിടയാവും. So immediately, from our life, we are seeing that, this is a word for me, and this is something that I need to confess and need to apply in my life. പെട്ടെന്ന് നമുക്ക് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുവാൻ കഴിയും. ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി, ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതല്ല, അത് ഞാൻ ഏറ്റു പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ എടുത്തു മാറ്റേണ്ടതായിരിക്കുന്നു എന്ന ചിന്തയിലേക്ക്. And then we come to SOAP, that is prayer. അവസാനമായിട്ട് നമ്മൾ ആ പി മലയാളത്തിലെ പ എന്ന ആ വാക്കിലേക്ക് വരുന്നു. Prayer. പ്രാർത്ഥന. Yeah. So prarthana is also P. So then this is about prayer, where we are confessing where we have gone wrong and we are committing to do what God wants us to do. ഇവിടെയാണ് നാം എവിടെയൊക്കെയാണ് തെറ്റിപ്പോയതെന്ന് നാം ഏറ്റുപറയുകയും അത് നമ്മളെ തന്നെ എന്നിട്ട് ദൈവത്തിന്റെ വചനത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. So meditation flows naturally into prayer. ധ്യാനം സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കും. Sometimes we can turn that scripture into prayer. ചില അവസരങ്ങളിൽ ആ തിരുവെഴുത്ത് തന്നെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് തിരിച്ചുവിടാൻ കഴിയും. Lord, let no unwholesome talk come from my mouth. കർത്താവേ, എൻ്റെ വായിൽ നിന്ന് യോഗ്യമല്ലാത്ത ഒരു വാക്കും വരുവാൻ അനുവദിക്കരുത്. So all those we can
make it into prayers. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റുവാൻ കഴിയും. Samson Binama gifted a Bible. It's called the Prayer Bible. So there, every on the side, everywhere, one verse, they made it into a prayer. സംചായനും ബിനാന്റെ ഒരു പ്രാർത്ഥനാ ബൈബിള് സമ്മാനമായിട്ട് തരുന്നു. ആ ബൈബിളിന്റെ ഒരു സൈഡ് മാർജിൻ മുഴുവൻ എല്ലാ വാക്യങ്ങളും പ്രാർത്ഥനയായിട്ട് മാറ്റിയിരിക്കുന്നു. So when we read, we are convicted of that verse, we can make that verse into a prayer. അതിനാൽ നമ്മൾ ആ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളില് ബോധ്യം വരുത്തുകയും അത് നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറ്റുവാനും കഴിയും. So in your prayer, you're bringing your life and scripture together into God's presence. നമ്മളുടെ ഈ ധ്യാനത്തില് തിരുവെഴുത്തും നമ്മളുടെ ജീവിതവും ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. So as you are reading, as you are meditating, if you're convicted of any sin, this is the time where you can pray and you can confess, saying, Lord, there was a wrong attitude, wrong motive, wrong thing that I did. You're confessing and asking for forgiveness. നമ്മുടെ തിരുവെഴുത്ത് വായനയിലൂടെ ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലേക്ക് നമുക്കൊരു നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ എവിടെയാ തെറ്റിപ്പോയതിനെ കുറിച്ചൊരു കുറ്റബോധം നമ്മൾ കൊണ്ടുവരികയാണ്. അത് നമുക്ക് പ്രാർത്ഥനയിൽ കർത്താവ് ഇവിടെയാണ് ഞാൻ തെറ്റിപ്പോയത് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിയും. Or maybe you're meditating on a passage which was talking about the goodness of God, His faithfulness. Then maybe you will pray, oh Lord, it's a prayer of thankfulness, of praise to God. ചിലപ്പോൾ നമ്മൾ ദൈവത്തിന്റെ നന്മകളെ കുറിച്ചുള്ളൊരു വേദഭാഗമാണ് വായിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആ നന്മകളെ ഓർത്ത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഈ നന്മകൾക്കായിട്ട് നന്ദി കരേറ്റിക്കൊണ്ടുള്ള ഒന്നായി മാറും. And maybe that time of scripture reading reveals some anxiety in you, something which you're struggling with. And that is the time to bring that to God in prayer. ചിലപ്പോൾ നമ്മുടെ വേദവായനയുടെ സമയത്ത് നമ്മളിലുള്ള ആകുലതയും നമ്മളുടെ പ്രയാസവും നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ആകുലതകളും ചിന്തകളും എല്ലാം നമുക്ക് പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിയും. Then finally, maybe the passage had a commandment which you're very convicted that you need to do. And so this is a time when you commit yourself in prayer that, Lord, with your help, help me to do this. ചിലപ്പോൾ വായിക്കുമ്പോൾ ആ ഒരു വേദഭാഗത്ത് ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ടാവും. ആ കൽപ്പന വായിച്ചപ്പോൾ ഞാനത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളില് ദൈവം കൊണ്ടുവരും, പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവേ ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. Okay, so 4 steps we saw. S, what was S? 4 പടികൾ നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട് Scripture reading. തിരുവെഴുത്തുകള്. Then O is observation. രണ്ടാമത് വീക്ഷണം. Then A is application. മൂന്നാമതായിട്ട് അത് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നത്. And 4th is prayer. നാലാമതായിട്ട് പ്രാർത്ഥന. Okay, so just remember soap. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം, സോപ്പ് എന്ന് ഓർത്താൽ മതി. So we'll do a small example. നമ്മൾ ചെറിയ ഒരു ഉദാഹരണം പഠിക്കാം. Okay, now say we are meditating and we have come to this passage, Luke chapter 17. ഇങ്ങനെ ഒന്ന് വിചാരിക്കുക, നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം ധ്യാനിക്കുകയാണ് എന്ന്. Luke chapter 17 verse 11 to 19. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങള്. So this is a familiar passage. We have heard of this familiar passage. ഇത് ഒരു സുപരിചിതമായ വേദഭാഗമല്ലേ, നമ്മൾ ഇതേക്കുറിച്ച് കേട്ടിട്ടില്ലേ? The 10 lepers coming and being to Jesus for healing. 10 കുഷ്ഠരോഗികള് യേശുവിന്റെ അടുത്തേക്ക് സൗഖ്യത്തിനായിട്ട് വരുന്നത്. So what we do is we start with scripture reading. We'll read the passage. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തിരുവെഴുത്ത് വായിക്കുകയാണ്. So when we, first we'll read the passage normally, then again we'll read it a little slowly. ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ തിരുവെഴുത്ത് വായിക്കും. And then maybe you can use a different translation, like
You can use something like a New Living Translation, or if you want, you can, if you have English and Malayalam, you can read English and Malayalam. അതിനുശേഷം നിങ്ങൾ നമുക്ക് വ്യത്യസ്തമായ ഒരു പരിഭാഷ വായിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ന്യൂ ലിവിങ് ബൈബിൾ വായിക്കുകയോ, അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളം ഉള്ള ഒരു വേദപുസ്തകമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് രണ്ടും മാറി മാറി വായിക്കാം. I think now even in Malayalam you have different translation, no? So you can use 2 different Malayalam translations. ഇനി മലയാളം തന്നെയാണെങ്കിൽ നമുക്ക് സത്യവേദ പുസ്തകം വായിക്കാം, മാത്യൂസ് ബൈബിൾ എന്ന് പറഞ്ഞൊരു പരിഭാഷയുണ്ട്. അങ്ങനെ പല പരിഭാഷകളുണ്ട്, അതിലേതെങ്കിലും 1-2 എണ്ണം വായിക്കാം. And so then after you have read that, the story and what is happening, the things that are standing out, you can maybe mark it in the Bible. Like verse 12, we see that these 10 lepers, they were standing at a distance. അതിനുശേഷം ഈ വേദഭാഗം വായിച്ചിട്ട് ഇത് ചില ഭാഗങ്ങൾ നമുക്ക് എടുത്തു പറയത്തക്കവണ്ണം വേണേ അത് രേഖപ്പെടുത്താം, അടയാളപ്പെടുത്താം. 12-ാം വാക്യ ഉദാഹരണത്തിന് കുഷ്ഠരോഗികള് യേശുവിന്റെ അടുത്ത് വരാതെ അകലെ നിന്നു. And they were shouting, Jesus, have mercy on us. Verse 13. അവര് ഉറക്കെ നിലവിളിച്ചു, കർത്താവേ കരുണയുണ്ടാകണമേ എന്ന്. And then in view 14, we are observing that, Jesus tells them to just go and show the priest. Even before they have received any healing, they just go without any healing. But on the way, we see that they are healed. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ തന്നെ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അവർക്ക് സൗഖ്യം ലഭിക്കുന്നതിന് മുൻപേ തന്നെ അവര് അത് കേട്ട് പുറപ്പെട്ടു പോകുന്നു. And then we see that this one person, that's also a Samaritan, not a Jewish person, that he is coming back and he's falling down and in thanksgiving to Jesus. അതിനുശേഷം നമ്മൾ കാണുന്നു ഒരു വ്യക്തി തിരിച്ചു വരുന്നു. ആ വ്യക്തി യഹൂദനല്ല, ശമരിയക്കാരനാണ്. അവൻ വന്ന് യേശുവിന്റെ കാൽക്കീഴെ വീഴുന്നു. And we see that Jesus tells to this person that your faith has made you well or saved you, to that one person. ഈ ഒരു വ്യക്തിയോടാണ് നമ്മൾ കാണുന്നത് യേശു പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. So from there we go on into observation. ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു, അത് ഈ ഭാഗത്തെ വീക്ഷിക്കുന്നത്. So maybe if you have a diary, you can write it, or maybe you can just be meditating and maybe. So this is when I meditated, I was thinking like this. That's what I wrote it down in my diary. ഇത് നിങ്ങളുടെ കയ്യില് ഡയറിയോ മറ്റേ നോട്ട്ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് നിങ്ങൾക്ക് എഴുതാം ഈ ചിന്തകള്. ഇങ്ങനെയാണ് ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ രേഖപ്പെടുത്തി. So in my observation, I wrote it like this: the lepers were in such a pitiful state, they could not enter villages or towns or mingle with people. ഞാൻ എൻ്റെ ഈ വേദഭാഗ പരിശോധനയിൽ ഞാൻ കണ്ടെത്തിയത്, കുഷ്ഠരോഗികൾക്ക് ഗ്രാമത്തിൽ പ്രവേശിക്കുവാനോ ആളുകളുടെ അടുത്ത് വരുവാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. And they had tried desperately and failed. They would have tried different remedies, but none of them could cleanse them. അവര് പല രീതികൾ, പല ചികിത്സകൾ അല്ലെ പല കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, എന്നാൽ അവർക്ക് അതിനൊന്നും അവരെ സൗഖ്യപ്പെടുത്തുവാന് കഴിഞ്ഞില്ല. അതിനാൽ അവര് നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും. Jesus was their only hope, and they came to him desperate with the cries, Jesus, Master, have mercy on us. യേശു മാത്രമായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ. അതിനാല് അവര് യേശുവിന്റെ അടുത്തേക്ക് നിലവിളിച്ചുകൊണ്ട്, യേശുവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞു വന്നു. And then we see Jesus does not do any elaborate ceremony or ritual, just tells them to go and show the priest. യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മളവിടെ കാണുന്നത്, യേശു വിപുലമായിട്ടുള്ള ആചാരങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും അവിടെ ചെയ്യുന്നില്ല. യേശു ആകെ പറഞ്ഞത്, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. And this they had to do to document their healing. ഇത് അവർ ചെയ്യേണ്ടിയിരുന്നത് അവർ സൗഖ്യപ്പെട്ടു എന്ന് പുരോഹിതന്മാരാൽ സാക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. So but they go in obedience to Jesus and they are cleansed. യേശുവിനോടുള്ള അനുസരണത്തില് അവര് പോയപ്പോൾ അവര് സൗഖ്യപ്പെട്ടു. But what we see is that they healed of leprosy, but of 9 only 1 returns. അവർക്ക് നമ്മളിവിടെ കാണുന്നത് അവരുടെ കുഷ്ഠരോഗം സൗഖ്യപ്പെട്ടു, എന്നാൽ ഈ 10 പേരില് ഒരാൾ മാത്രമേ തിരിച്ച് വന്നുള്ളൂ എന്നതാണ്.
No, maybe the other 9, they would have gone back to their families or to their friends or to their whatever they were indulging in before. ബാക്കി 9 പേര് അവരുടെ കുടുംബത്തിലേക്കോ അല്ല സുഹൃത്തുക്കളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വ്യാപരിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കാം. And so then, you are like focusing on that one phrase or one section where what I took for me was no one found except this foreigner to return and give glory to God. ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇവിടെ ഈ 10 പേരില് ഒരാള് മാത്രം ഈ വിദേശിയായ അല്ലെ അന്യജാതിക്കാരനായ ഈ സമരിയക്കാരൻ മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി മടങ്ങി വന്നുള്ളൂ എന്ന കാര്യം. Now maybe if you're meditating on that passage, you might, God might speak some other verse where you are, it's speaking to you, and then you can take that and use that as a phrase. അല്ലെങ്കിൽ നിങ്ങൾ ഈ വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വാക്യമോ അല്ലെ വാക്കോ ആയിരിക്കും ഈ വേദഭാഗത്തിൽ നിന്ന് നിങ്ങളെ സ്പർശിക്കുന്നത്. അത് നിങ്ങൾക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. So for me, this one was no one found except this foreigner to return and give glory to God. എനിക്ക് എന്നെ സ്പർശിച്ച കാര്യം ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേറെ ആരും മടങ്ങി വന്നില്ലേ എന്ന കാര്യമാണ്. Then I read it in another translation. The NLT said, "Didn't I heal 10 men? Where are the other 9? Has no one returned to give glory to God?" NLT എന്ന പരിഭാഷ ഞാൻ പിന്നെ അടുത്ത വായിച്ചപ്പോൾ ഈ 10 പേരില് ഒരാൾ മാത്രമേ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നു എന്ന ആ കാര്യത്തെ കുറിച്ചാണ്. Then as I'm meditating on it, I'll put it in my own words. അതിനുശേഷം ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് എന്റേതായിട്ടുള്ള വാക്കുകളിൽ ഞാൻ അവതരിപ്പിച്ചു. As Jesus is talking this, he's talking, these are the same words of Jesus, paraphrasing, "Many have tasted my goodness and experienced my cleansing. Why have they gone their own way and not returned to thank me and give God the glory?" അതിനുശേഷം ഞാൻ എന്റേതായ വാക്കുകളിൽ അത് അവതരിപ്പിച്ചപ്പോൾ അനേകര് സൗഖ്യപ്പെട്ടു, എൻ്റെ നന്മകള് രുചിച്ചറിഞ്ഞു, അവരനുഭവിച്ചറിഞ്ഞു. എന്നാൽ ഒരാൾ മാത്രമാണ് മടങ്ങി വന്ന് എന്നോട് നന്ദി പറയുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി മടങ്ങി വന്നു. So you can paraphrase it, that same meaning, so that it is, you are meditating on it in your mind. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകളിൽ അതിനെ വിപുലീകരിക്കുവാനും അതിനെ ചിത്രീകരിക്കുവാനും കഴിയാം നിങ്ങളുടെ ധ്യാനത്തിൽ. Then maybe you can make it into a picture if you want to make it. It's not compulsory. Whatever you want. Some are very good artists, they might be doing something even better than this, but something maybe to make you picturize it. അതിനുശേഷം ഇതിനെ മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ അതിനെ ദർശിച്ചിട്ട് ഒരു ചിത്രമായിട്ട് അതിനെ വരച്ച് കാണിക്കാം. ചിലർക്ക് ഇതിലും ഇവിടെ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലും മനോഹരമായിട്ട് വരയ്ക്കാൻ കഴിയുമായിരിക്കാം. And so then this picture and this came to my mind where I was writing, am I thankful for all that Jesus has done in my life? ഈ ഒരു ചിത്രം ഞാൻ വരച്ചു കഴിഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം, ദൈവം എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യത്തിനും ഞാൻ നന്ദിയുള്ളവനാണോ? So you're slowly, you're allowing now that word, you read that word, now you're allowing it to, search your own heart, and you're going to now apply that to your life. ഈ വേദഭാഗം ഈ വചനം നിങ്ങൾ വായിച്ചതിന് ശേഷം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ച് അത് ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിനെ പരിശോധിക്കാൻ അനുവദിച്ചിട്ട് അത് സാവധാനം ജീവിതത്തിൽ നടപ്പാക്കുവാന് പ്രായോഗികമാക്കുവാന് കൊണ്ടുവരികയാണ്. So now is the part where we have to apply it. Now you're looking at it, the scripture is looking and you're saying, at myself. Now it's no longer about these people. Now it's about me. I have to apply this now to. ഇപ്പോൾ ഇത് ഈ തിരുവെഴുത്തുകളിൽ കാണുന്ന ഈ നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്ന മറ്റുള്ളവരല്ല, ഇത് നമ്മളോട് തന്നെ പറയുവാൻ, നമ്മളോട് തന്നെ അത് നടപ്പാക്കുവാനും
ഉള്ള ഒരു കാര്യമാണ്. So now we are saying, see, there we are talking about these lepers, they got so much mercy and grace and healing, but they didn't come to Jesus. But now we are asking in application, I have obtained such mercy and grace from Jesus, but am I like the 9 or like the one who returned to Jesus? ഈ വേദഭാഗത്ത് നമ്മൾ 10 കുഷ്ഠരോഗികളെ കുറിച്ച് കണ്ടു. ഇനി അത് നമ്മളോട് തന്നെ ഈ വേദഭാഗം പ്രായോഗികമായിട്ട് കൊണ്ടുവരികയാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ദൈവത്തിന്റെ അനേക കരുണയും അവന്റെ ദയയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഞാൻ ഒരു കുഷ്ഠരോഗി മടങ്ങി വന്നതുപോലെ നന്ദി കരയറ്റിക്കൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നുണ്ടോ? Then again, the Spirit was asking, have I become so obsessed with my own works and not taken time to rush to Jesus to worship him and thank him? അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നോട് തന്നെ ചോദിക്കും, ഞാൻ എൻ്റെ തന്നെ ജോലിയിൽ അത്രമാത്രം തിരക്കേറി സമയമില്ലാതെ അവസ്ഥയിലായി ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ആരാധനയിൽ മടങ്ങി വരുന്നുണ്ടോ? And the third, am I ungrateful for the good things that I have received from God? അതിന് അടുത്തതായിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച നന്മകൾക്ക് കൃതജ്ഞത നന്ദിയില്ലാത്ത ഒരു ജീവിതമാണോ എൻ്റേത്? And so then you can add on to this. Another application will be, Lord, you will say that in my life, I am going to be very intentional to be thankful for all that God is doing. ഇതിനോട് അനേക കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. നമുക്ക് വേണേ ഇങ്ങനെ പറയാം, കർത്താവ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. Or I'm going to journal all that God is doing in my life. I'm going to write it. അല്ലെങ്കിൽ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാൻ പോവുകയാണ്. So again, that application is like a personal. It's like you are sitting with God and God is revealing, the Spirit is telling you, okay, this is what you're going to, this is what I need to be doing. ഇത് വ്യക്തിപരമായിട്ടാണ്. അത് നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, കർത്താവ്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. Then finally we'll close. I mean, when you're sitting, we'll close with a prayer, your personal prayer, your prayer. അവസാനമായിട്ട് നമ്മൾ ധ്യാനത്തിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ അത് അവസാനിപ്പിക്കുന്നു. So this is just what I prayed. This is not a format for you to pray. You will be praying something else which is on your heart. ഇത് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചതാണ്. ഇത് നിങ്ങൾ ചെയ്യും എന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കും. So this would be like, Lord Jesus, this is after reading that passage, meditating on the passage of the 10 lepers, then ending the prayer, Lord Jesus, I come to you today. I want to say how sorry I am for not being thankful for all that you have done for me. കർത്താവേ, ഞാൻ നിന്റെ അടുത്തേക്ക് ഇന്ന് വരികയാണ്. നീ എനിക്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാതിരുന്നതിനായിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. So I have failed to remember who I was before meeting you and how you have changed my life. ഞാൻ കർത്താവെ, നിന്നെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട് എന്തായിരുന്നു എന്ന കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. നീ എനിക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നുമില്ല. I have been bitter and grumbling over petty issues of life when I should have been grateful. ഞാൻ പെറുപിറുക്കുകയും നിസാര കാര്യങ്ങളെ കുറിച്ച് നിരാശപ്പെട്ടു പോവുകയും ഞാൻ നന്ദി കൃതജ്ഞതയുള്ളവനായിരിക്കേണ്ട സമയത്ത്, and then give me a heart of thankfulness to praise you always. എനിക്ക് കൃതജ്ഞതയുടെ ഒരു ഹൃദയം തരണമേ, എപ്പോഴും അങ്ങയെ സ്തുതിക്കുവാനായിട്ട്. So help me, dear Lord, to count my blessings each day, especially the blessings of being your child. കർത്താവേ, അതിന് അനുദിനം അവിടുത്തെ നന്മകൾ എണ്ണുവാൻ എന്നെ സഹായിക്കണമേ, പ്രത്യേകിച്ചും അവിടുത്തെ പൈതലായിരിക്കുവാൻ അങ്ങനെ യോഗ്യനാക്കിയതിന്. So as you can see, this this was just an exercise, right? ഇത് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഒരു ധ്യാനം പ്രവൃത്തിയാണ്. We'll just stop the. So
when we do it, when we take passages, we are going to use these 4 steps. നമ്മൾ ഈ ധ്യാനം പരിശീലിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ 4 രീതികൾ, നമ്മൾ കണ്ട ഈ 4 പടികൾ എടുത്ത് അത് ചെയ്യാൻ പോവുകയാണ്. And so, we come, we prepare ourselves, we have a time, we have a place, we have removed the distractions, we have quietened our hearts to sit with God's word in His presence. നമ്മൾ ഒരുക്കത്തോടുകൂടെ ധ്യാനത്തിന് വരുമ്പോൾ നമ്മളൊരു സ്ഥലം അതിനായിട്ട് മാറ്റിവെച്ച്, സമയം മാറ്റിവെച്ച്, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ധ്യാനത്തിന് വേണ്ടി കടന്നു വരുന്നു. Then we'll read the scripture. അതിനുശേഷം നമ്മൾ വേദപുസ്തകം വായിക്കുന്നു. Repeatedly read the scripture. ചില അവസരത്തിൽ നമ്മൾ ആവർത്തിച്ച് ഈ വേദഭാഗം വായിക്കും. If you have a different translation, use that also. നമുക്ക് നമ്മുടെ കയ്യിൽ വ്യത്യസ്തമായ പരിഭാഷകളുണ്ട്, അത് ആ പരിഭാഷകളും വായിക്കും. What are the things from that passage is tugging at your heart? ഏതൊക്കെ കാര്യങ്ങളാണ് ഈ വേദഭാഗത്തുനിന്നും നമ്മുടെ ഹൃദയത്തെ തൊടുന്നത്? Then you start meditating on that. അതിനുശേഷം ആ ഹൃദയത്തെ തൊട്ട സ്പർശിച്ച കാര്യങ്ങള് ധ്യാനിക്കുക. You can make a picture, you can sing, you can do that so that you're meditating, it's working in your heart. നമുക്ക് അതേക്കുറിച്ചൊരു ചിത്രമുണ്ടാക്കാം, അത് വരയ്ക്കാം, നമുക്ക് പാട്ടായിട്ട് പാടാം, അതിനുശേഷം അത് ധ്യാനിക്കാം. And then the Holy Spirit will convict you to take action on those based on that. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ബോധ്യം കൊണ്ടുവരും. നമ്മൾ വായിച്ച ഭാഗത്തെ കുറിച്ച് ഒരു തീരുമാനമെടുത്തത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ. And then when we apply that, we pray, confess, and we commit, Lord, I need your help to apply all this in my life. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് ഇത് നമ്മുടെ ജീവിതത്തില് പ്രായോഗികമാക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നു. You see how this is different from just reading the Bible one portion every day and just walking off without letting that become a part of you. ഇത് നമ്മൾ അനുദിനം വേദപുസ്തകം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അത് ധ്യാനിക്കാതെ നടന്നു പോകുന്നതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? You can do a deep study also to go into the original languages, Greek and Hebrew and everything, and still not have that transform us. നമുക്ക് ഈ വേദപുസ്തകത്തെ ഭാഗങ്ങളെ കുറിച്ച് ആഴമേറിയ ഒരു പഠനം നടത്തി അതിന്റെ മൂലഭാഷയായ ഗ്രീക്കും ഹീബ്രു ഒക്കെ പഠിച്ച്, പക്ഷെ എന്നിട്ടും അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാതെ, നമ്മുടെ ഒരു രൂപാന്തരം വരുത്താതെ നമുക്ക് കടന്നു പോകാൻ കഴിയും. And I'm not putting and underemphasizing the importance of study. For me, I go more into study than meditation. ഞാൻ ഇവിടെ വീണ്ടും പഠനത്തിന്റെ ആ പഠനത്തെ തുച്ഛീകരിക്കുകയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ പഠനം നടത്തുന്ന ആളാണ്. Both are equally important. രണ്ടും തുല്യമായിട്ട് പ്രാധാന്യമുള്ളതാണ്. But somehow we have failed to give that importance to meditating on God's word. എങ്ങനെയോ ദൈവവചനം ധ്യാനിക്കുന്നതിന്റെ ആ ആവശ്യകത, അതിന്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. May God help us to meditate on His word. കർത്താവ് ദൈവം നമ്മെ അവന്റെ വചനം ധ്യാനിക്കുവാൻ വേണ്ടി സഹായിക്കട്ടെ. I'm hoping that I can maybe put some passages every day and maybe ask us if maybe we can maybe simple passages, just meditate and just follow this exercise. ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഓരോ ദിവസവും ഒരു ചെറിയ വേദഭാഗം, ലളിതമായിട്ടുള്ള ഭാഗം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഈ പഠിച്ച ആ ക്രമം അനുസരിച്ച് അത് ധ്യാനിക്കുവാനും. And then you can do it yourself and learn how to grow in that. അവിടെ നിങ്ങൾക്ക് തന്നെ അത് ചെയ്ത് അതിലൂടെ വളരുവാൻ സാധിക്കും. May Lord's name be praised. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ.